കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. കേസിലെ ഒന്നാം പ്രതിയായ രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന കണ്ടെത്തിയതിനെ തുടർന്നാണ് ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തത്. കേസിൽ പെൺകുട്ടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. എസ് അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ്, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? പന്തീരങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നു കളഞ്ഞിരുന്നു. സംസ്ഥാനത്ത് പോലീസ് പ്രതിക്ക് വേണ്ടി വലവരിച്ചു കാത്തിരിക്കുന്നതിനിടെയാണ് ശരത്ത് പോയത്. അത് ഒരുപക്ഷെ ആ കേസിൽ വധശ്രമവും ഒപ്പം സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചാർജ് ചെയ്യും എന്ന സൂചനകൾ ഈ സീനിയർ CPO ആയ ശരത് ലാൽ തന്റെ സുഹൃത്ത് രാജേഷ് വഴി രാഹുലിന് കൈമാറി എന്ന ഒരു നിഗമനമാണുള്ളത്. ഇത് സംബന്ധിച്ച ഫോൺ കോൾ, വിശദാംശങ്ങൾ, CDR എന്നിവയൊക്കെ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കടുത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിയായിരുന്നില്ല കേസെടുത്തത്. അതുകൊണ്ട് തന്നെ മൊഴി ശേഖരിച്ച ശേഷം രാഹുലിനെ വിട്ടയക്കുന്ന രീതിയിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പിന്നീട് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ വരികയും പോലീസ് കൂടുതൽ ഗൗരവത്തോടെ കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കടുത്ത വകുപ്പുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ ഈ ശരത് ലാൽ രാഹുലിന് നൽകിയത്. ഇതേ തുടർന്ന് ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പിന്നീട് ജർമ്മനിയിലേക്കും പ്രതി കടന്നു കളയുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ കടന്നു കളഞ്ഞ ശേഷം പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഈ നിമിഷം വരെ വിജയം കണ്ടിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രതി വിദേശത്ത് ഏത് രാജ്യത്തുണ്ട് എന്ന് കണ്ടെത്തുന്നതിനായുള്ള ബ്ലൂ കോർണർ നോട്ടീസ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഈ ബ്ലൂ കോർണർ നോട്ടീസിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രതിയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് കോർണർ അടക്കമുള്ള നോട്ടീസുകൾ ഇനി വൈകാനാണ് സാധ്യത. അതിന് അതീവ സങ്കീർണമായ നടപടിക്രമങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിയെ പുറത്തേക്ക് പോകാൻ സഹായിച്ച കുറ്റത്തിന് ഈ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ശരത് ലാൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാജേഷിനെ കോടതിയിൽ ഹാജരാക്കുകയും അദ്ദേഹം ജാമ്യം നേടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ നടപടിക്രമമാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഈ പീഡനത്തിനിരയായ അല്ലെങ്കിൽ ഈ ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടി കോഴിക്കോട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ പെൺകുട്ടി പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ആദ്യഘട്ടത്തിൽ ഈ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ അമ്മയ്ക്കും സഹോദരിക്കുമെതിരായ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളോടക്കം സംസാരിച്ചപ്പോഴും പോലീസിന് മൊഴി നൽകിയപ്പോഴുമാണ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി പങ്കുവച്ചത്. ഇക്കാര്യങ്ങളും രഹസ്യമൊഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ രാഹുൽ നാട്ടിലുള്ള ഈ യുവതിയുടെ അമ്മയെ അടക്കം പലതവണ വാട്സാപ്പിൽ വിളിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. അതായത് അനുമതി നീക്കവുമായി ഒരു വശത്ത് രാഹുൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 27-നാണ് അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ വാദം കേൾക്കൽ മാറ്റിവെച്ചിരിക്കുന്നത്. അവരിപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ തീരുമാനം അനുസരിച്ചാവും ഒരുപക്ഷെ ഈ അമ്മയെ സഹോദരിയും അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുക. തീർച്ചയായും. എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.